തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7ാം വാർഡായ കുണ്ടൂർക്കുന്ന് വാർഡിൽ നിന്നും 6ാം തവണയും ജനവിധി തേടാനൊരുങ്ങി LDF സ്ഥാനാർത്ഥി AK വിനോദ്. ഇത്തവണയും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. പ്രദേശത്തെ ജനങ്ങളുടെ നിർബന്ധമാണ് പതിവായി മത്സരരംഗത്തേക്ക് വരാൻ കാരണമെന്ന് AK വിനോദ് പറയുന്നു. എങ്കിലും നമ്മൾ ദിവസേന എന്ന് പറഞ്ഞമായി കാണലുണ്ടെങ്കിലും ഒരു വോട്ട് ചോദിക്കുക അഭ്യർത്ഥിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയാണ്. അതിന് ഞങ്ങൾ വേണ്ടിയിട്ട് ആണ് വരുന്നത്. അപ്പോൾ വോട്ട് ചെയ്തിട്ട് ജയിപ്പിക്കണം. ആദ്യത്തേത് ഇതാണ്, വാർഡിലേക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം. ഇതുവരെയുള്ള ഓരോ തിരഞ്ഞെടുപ്പും ആവേശത്തോടെയാണ് ഉൾക്കൊണ്ടിരുന്നത്. ജനങ്ങളുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് ഓരോ തവണയും മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ തന്നെ നിർബന്ധിതനാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തവണയും തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് വീണ്ടും കുണ്ടൂർക്കുന്ന് വാർഡിലേക്ക് മത്സരിക്കുന്നത്. 2000-ൽ കുണ്ടൂർക്കുന്ന് വാർഡിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം. ആദ്യ തവണ പരാജയപ്പെട്ടെങ്കിലും തുടർന്നു വന്ന 2005-ലെ തിരഞ്ഞെടുപ്പിൽ 560 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ AK വിനോദ് വിജയിച്ചു. പിന്നീട് 2010-ൽ കുറുമാലിക്കാവ് വാർഡിൽ നിന്നും 240 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2015-ൽ വീണ്ടും കുണ്ടൂർക്കുന്ന് വാർഡിൽ നിന്നും 540 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മിന്നും വിജയം നേടി. 2020-ൽ കുറുമാലിക്കാവ് വാർഡിൽ നിന്നും 180 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പലരും നിർബന്ധിച്ചിട്ടാണ്. പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നവന് അതായത് ഘടകമുണ്ട്, ഞങ്ങൾക്ക് ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് കൂടി തീരുമാനിച്ചിട്ടാണ് ഒരാളെ വെക്കുക. അല്ലാതെ മുകളിൽ നിന്ന് ഒരാളെ ഇന്ന ആളെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിടില്ല. ബ്രാഞ്ച് ഇവിടുന്ന് എഴുതി കൊടുക്കും ഇന്ന ആളെ തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക. ചില പാർട്ടികൾ അങ്ങനെയല്ല, മുകളിൽ നിന്ന് വരും ഇന്ന ആൾ ഈ ആയിക്കോ എന്ന്. ഇത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് ഇത്രയും കാലം വന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം റിട്ടയർമെൻറ്റിലേക്കാണ് പോകുന്നത്. ഇത്രയും കൂടുതലൊക്കെ ആകുമ്പോൾ തന്നെ എന്തായാലും ആളുകളും പറയാൻ തുടങ്ങും, ഇയാൾക്കൊരു പണിയില്ലേ, 6 കൊല്ലമായില്ലേ 5 കൊല്ലമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പലരും 3 കൊല്ലമായവരും 4 കൊല്ലമായവരും എനിക്കും ഇല്ലെങ്കിൽ എൻ്റെ ആൾക്കും എന്ന് പറഞ്ഞ മാതിരിയാണ് പലരും. ഒരു കുടുംബത്തിൻ്റെ വാഴ്ച മാതിരി പല സ്ഥലത്തും കാണും, കുടുംബവാഴ്ച എന്നൊക്കെ പറഞ്ഞ മാതിരി. അങ്ങനെയൊന്നുമില്ല. ആരും ഇതിന് ഇപ്പോൾ സഹകരണം കമ്മിയാണ്. ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ അവർക്ക് ഇത്രയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 റുപ്യാണ് വീട്ടിലെത്തുന്നത്. അത് ഇന്ത്യയിലുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എൻ്റെ അറിവിൽ ആദ്യമാണ്. പിന്നെ ഇപ്പോൾ ചുരുങ്ങിയത് എൻ്റെ വാർഡിൽ തന്നെ ഇനി 10-15 BPL കാർഡ് കിട്ടേണ്ട ആളുകളിൽ, ബാക്കിയെല്ലാം BPL ആയി. അത് വെച്ചാൽ അവർക്ക് 1 ഏക്കറിൽ അധികം സ്ഥലമുണ്ട്, ജോലിക്കാരുണ്ട്, അവർക്കൊന്നും അത് കിട്ടില്ല. എങ്കിൽ ഒരുപാട് BPL കാർഡും യെല്ലോ കാർഡും അതുമായി ലൈഫ് വീടുകൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൽ ഈ പഞ്ചായത്തിൽ ഇതിന് മുമ്പ് വന്നു EMS ഭവന പദ്ധതി. അന്ന് 300 വീടുകൾ കൊടുത്തു. അന്ന് ലോൺ വാങ്ങിയെടുത്തിട്ടാണ് കൊടുത്തത്. ഇപ്പോൾ ഈ ലൈഫിൻ്റെ തന്നെ 5 കോടി ലോൺ എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ അതിന് തയ്യാറാവാത്തതുകൊണ്ട് ഇട്ട് വീണു. ഇപ്പോൾ പലരും തറപ്പണി, ചുമരുപണി അങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോകണം അത് വീണ്ടും പുനർജീവിപ്പിച്ചു കൊണ്ടാണ്. ആളുകൾക്ക് നല്ല വിഷമം ഉണ്ടായത്. ഇപ്പോഴും പകുതിയിൽ കിടക്കുകയാണ്. 15 വർഷം CPM തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗമായും കുണ്ടൂർക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയായി 12 വർഷവും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയായും DYFI വില്ലേജ് 1 കമ്മിറ്റി സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. CCN ചത്തല്ലൂർ.